കോയമ്പത്തൂരിൽ തല ചുറ്റി വീണു. അങ്ങനെ അവിടെ പെട്ടെന്ന് എമർജൻസിയിൽ ഞങ്ങൾ ആംബുലൻസ് വെച്ച് അവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഇവിടുത്തെ ഫയലെല്ലാം കൊണ്ടുപോയി ആ ഫയലെല്ലാം നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞു, ഈ ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾ ഇവിടെ കൊടുക്കാം, നിങ്ങൾ ഇത്രയും വഴി അവിടേക്ക് കൊണ്ടുപോകാൻ ഈ കുട്ടിയുടെ ഇതിന് ഗ്യാരണ്ടി ഇല്ല. അപ്പോൾ ഞങ്ങൾ അതിന് സമ്മതിച്ചിട്ട് അവിടെ തന്നെ ആ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു. അങ്ങനെ അവൾക്ക് വേണ്ടി ഞാൻ ഉടമ്പടിയിൽ ദിവസേന ഞാൻ പ്രാർത്ഥിച്ചു. ഒരു ദിവസം പ്രാർത്ഥിച്ചിട്ടിരിക്കുമ്പോൾ, മാതാവേ നിന്നെ കാണാൻ എനിക്ക് ഒരു ഭാഗ്യം തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഒരു ദിവസം 5:30 മണിക്ക് ഞാൻ എണീറ്റ് പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ എൻ്റെ പിന്നിൽ ആരോ വന്ന് നിൽക്കണ മാതിരി എനിക്ക് തോന്നി. 2 കതകും ഞാൻ അടച്ചു വെച്ചു. തിരിച്ചു ഞാൻ പിന്നെയും നോക്കി, 2 കടവും കുറ്റിയിട്ടിട്ടല്ലേ ഇരിക്കുന്നത്, പിന്നെ ആരെൻ്റെ പിന്നിൽ വന്ന് നിൽക്കണേന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് മാതാവാ എൻ്റെ പിന്നിലെന്ന്. ആ നിമിഷം ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് മരുന്ന് നിർത്തി തന്ന എന്നെ മാതിരി ഇവളേക്കും ഈ മരുന്ന് നിർത്തി കൊടുക്കണേന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥനയുടെ ഫലമായി ഇവൾക്കും മാതാവ് ആ മരുന്ന് നിർത്തി കൊടുത്തു. ഇപ്പോൾ ഇവൾക്കും മരുന്ന് ഇപ്പോൾ കഴിക്കണില്ല, സാധാരണ നോർമൽ ഇതിലായി. ഇപ്പോൾ ഇവൾ തന്നെ നടക്കാനും വീട്ടിലെ എല്ലാ പണിയും ചെയ്യാനും മാതാവ് ഇവൾക്ക് കൃപ കൊടുത്ത് അനുഗ്രഹിച്ചു.